വോട്ട് ചെയ്യാൻ വേണ്ടി ഓട്ടോറിക്ഷകളിലൊക്കെ രാഷ്ട്രീയക്കാർ വോട്ടേഴ്സിനെ പോളിംഗ് ബൂത്തിൽ എത്തിക്കുന്നതും തിരികെ കൊണ്ടുപോകുന്നതുമൊക്കെ മാതൃകാ പെരുമാറ്റച്ചട്ട ലംഘനത്തിൽ വരുന്നതാണെന്ന് അറിയാമോ? സോ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു, മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിലും വന്നിട്ടുണ്ട്. കാലാകാലമായി കേൾക്കുന്നതാണ് മാതൃകാ പെരുമാറ്റച്ചട്ടം എന്നൊക്കെ. പക്ഷെ എന്താണ് മാതൃകാ പെരുമാറ്റച്ചട്ടം? മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് അഥവാ മാതൃകാ പെരുമാറ്റച്ചട്ടം എന്നത് സ്വതന്ത്രവും നീതിപൂർവവുമായ തെരഞ്ഞെടുപ്പ് നടത്താൻ വേണ്ടി ഇലക്ഷൻ കമ്മീഷൻ പ്രാബല്യത്തിൽ കൊണ്ടുവന്ന ഒരു കൂട്ടം മാർഗനിർദ്ദേശങ്ങളാണ്. 1960-ൽ കേരളത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിലാണ് മാതൃകാ പെരുമാറ്റച്ചട്ടം ആദ്യമായി നടപ്പിലാക്കുന്നത്. ഈ പെരുമാറ്റച്ചട്ടം എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ, വിവിധ രാഷ്ട്രീയ പാർട്ടികൾ, അവരുടെ സ്ഥാനാർത്ഥികൾ, അങ്ങനെ എല്ലാവരും ഇതിൽ ഉൾപ്പെടുന്നു. ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷൻ ഡേറ്റ് ഡിക്ലെയർ ചെയ്യുന്ന തീയതിയിൽ തന്നെ ഇത് നിലവിൽ വരികയും ഇലക്ഷൻ പ്രോസസ്സുകളെല്ലാം തീരുന്നത് വരെ പ്രാബല്യത്തിലുണ്ടാവുകയും ചെയ്യുന്നതാണ്. നമുക്കിതിലെ ചില മാനദണ്ഡങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അധികാരത്തിലിരിക്കുന്ന മന്ത്രിമാർ ഇലക്ഷൻ പ്രചരണത്തിന് പോകുമ്പോൾ ഒഫീഷ്യൽ മെഷീനറികൾ ഒന്നും ഉപയോഗിക്കാൻ പാടുള്ളതല്ല. അതായത് സർക്കാർ വാഹനങ്ങൾ, വിമാനങ്ങൾ, ഉദ്യോഗസ്ഥർ ഇവയൊന്നും ഉപയോഗിക്കാൻ പാടില്ല എന്ന് സാരം. അധികാരത്തിലിരിക്കുന്ന പാർട്ടിക്ക് മേൽക്കോയ്മ കിട്ടുന്ന തരത്തിൽ സർക്കാർ ചെലവിൽ പത്രത്തിലും മറ്റു മാധ്യമങ്ങളിലും പരസ്യം നൽകുന്നത് ഒഴിവാക്കേണ്ടതാണ്. ഇലക്ഷൻ പ്രഖ്യാപിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഒരു തരത്തിലുമുള്ള സാമ്പത്തിക ഗ്രാന്റുകൾ, തറക്കല്ലിടലുകൾ, പ്രൊജക്ട് പ്രഖ്യാപിക്കൽ, നിർമ്മാണങ്ങൾക്കുള്ള വാഗ്ദാനങ്ങൾ ഒന്നും സർക്കാർ ചെയ്യാൻ പാടുള്ളതല്ല. ഒരു സ്ഥാനാർത്ഥികളും പാർട്ടികളും ഒരു തരത്തിലുമുള്ള വിഭാഗീയതകളും ഉണ്ടാക്കാൻ പാടുള്ളതല്ല. മത, സാമുദായിക, ഭാഷാ ധ്രുവീകരണങ്ങളോ വിദ്വേഷ പ്രചരണങ്ങളോ പാടുള്ളതല്ല. സ്വകാര്യ ജീവിതത്തെ വിമർശിക്കാൻ പാടുള്ളതല്ല. വോട്ട് നേടുന്നതിനായി മതപരമോ ജാതീയമോ ആയ മുതലെടുപ്പുകൾ പാടുള്ളതല്ല. ഇലക്ഷൻ പ്രചരണത്തിന് അമ്പലങ്ങൾ, പള്ളികൾ, ദേവാലയങ്ങൾ ഉൾപ്പെടെ ഒരു ആരാധനാലയങ്ങളും ഉപയോഗിക്കാൻ പാടുള്ളതല്ല. സമ്മതിദായകർക്ക് കൈക്കൂലി കൊടുക്കുക, ഭീഷണിപ്പെടുത്തുക, പോളിംഗിന്റെ അവസാന 48 മണിക്കൂറിൽ പൊതുസമ്മേളനങ്ങൾ ചേരുക, സമ്മതിദായകരെ വാഹനത്തിൽ കയറ്റിക്കൊണ്ടുപോവുകയും തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുക, അങ്ങനെയുള്ള ഒരു അഴിമതി പ്രവർത്തനങ്ങളും പാടുള്ളതല്ല. മറ്റു പാർട്ടിക്കാരുടെ ഇലക്ഷൻ പ്രചരണമോ സമ്മേളനങ്ങളോ തകർക്കാൻ പാടുള്ളതല്ല. സമ്മേളനം നടക്കുന്നതിന് മുൻപ് പാർട്ടിയോ സ്ഥാനാർത്ഥികളോ സമ്മേളന സ്ഥലവും സമയവും പോലീസിനെ അറിയിക്കേണ്ടതുണ്ട്. ഇത് ഘോഷയാത്രകൾ ഉൾപ്പെടെയുള്ള എല്ലാ പരിപാടികൾക്കും ബാധകമാണ്. മാതൃകാ പെരുമാറ്റച്ചട്ടം എന്നത് നിയമപരമായി നടപ്പിലാക്കാൻ സാധിക്കുമോ എന്നാണ് ചോദ്യമെങ്കിൽ ഇല്ല എന്നാണ് ഉത്തരം. രാഷ്ട്രീയ പാർട്ടികളുടെ പരസ്പര ധാരണയിലും സമ്മതത്തിലും നിലവിൽ വന്ന മാർഗനിർദ്ദേശങ്ങളാണിവ. പക്ഷേ ഈ മാർഗനിർദ്ദേശങ്ങൾ പലതും തന്നെ ജനപ്രാതിനിധ്യ നിയമം, ഇന്ത്യൻ പീനൽ കോഡ്, കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ എന്നിങ്ങനെയുള്ള സ്റ്റാറ്റ്യൂട്ടുകൾക്കുള്ളിൽ നടപ്പിലാക്കാൻ സാധിക്കുന്നതാണ്. കുറ്റത്തിനും ശിക്ഷയ്ക്കും അപ്പുറം ഓരോ മാതൃകാ പെരുമാറ്റച്ചട്ട ലംഘനങ്ങളും ജനാധിപത്യത്തോട് കാട്ടുന്ന നീതികേടുകളാണ്. സ്വതന്ത്രവും നീതിപൂർവവുമായ തെരഞ്ഞെടുപ്പ് ഇവിടുത്തെ പൗരന്മാരുടെ രാഷ്ട്രീയ അവകാശമാണ് എന്നതും ഒരു പാർട്ടികളും മറക്കാൻ പാടില്ലാത്തതാണ്.